കാർഡ്, ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും അടുത്തോ? എങ്കിൽ ഇനി അത് വേണ്ട. എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു. എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക. കോൺടാക്ട് നമ്പർ 8330846476 9895549683. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊച്ചി നഗരസഭ 9ാം ഡിവിഷൻ കൗൺസിലറും CPIM നേതാവുമായ സഖാവ് M. ഹബീബുള്ളയാണ്. സ്വാഗതം ഹബീബുള്ള. കൊച്ചിയിലെ ഒരു കൗൺസിലർ എങ്ങനെയായിരിക്കണം എന്ന് തെളിയിച്ച ഒരാളാണ്. അതായത് കൗൺസിലർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച ഒരാളാണ്. ജനങ്ങൾ അതിൻ്റെ അംഗീകാരവും തന്നിട്ടുണ്ട്. ഈ 5 വർഷം പൂർത്തിയാകാൻ ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ കാലയളവിലുള്ള ഒരു അനുഭവം എന്താണ്? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഡിവിഷനിലെ ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനുഭവങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് ചുറ്റും ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ കാണുവാനും അവരെ കേൾക്കുവാനും അവരുടെ പ്രയാസങ്ങളിൽ അവരുടെ സന്തോഷങ്ങളിലൊക്കെ പങ്കുചേരുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക്. അതൊക്കെ ഒരു പരിധിവരെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതും ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പൂർണ്ണ തൃപ്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ തൃപ്തനുമില്ല. അതാണ് ഒരു അനുഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ താങ്കൾക്ക് ഒരു താങ്കളുടെ ഡിവിഷനിൽ താങ്കൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു മോശപ്പെട്ട അനുഭവം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാവരും താങ്കൾ ചെയ്തു വെച്ച പ്രവൃത്തികളിൽ വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇപ്പൊ മാലിന്യ പ്രശ്നമാണെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ശുചീകരിക്കും, പിറ്റേ ദിവസം അതേപോലെ തന്നെ പഴയ അവസ്ഥയിലേക്ക് വരുന്നു. അല്ല, അങ്ങനെ പൊതുജനങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു കൈപ്പേറിയ അനുഭവം എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ഞാൻ കൗൺസിലറായി വരുന്നതിന് മുമ്പ് പാർട്ടി പ്രവർത്തനം നടത്തുമ്പോഴും അത്തരത്തിലെ അനുഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. മാലിന്യ പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡിവിഷനിൽ നമുക്ക് സർക്കാരിൻ്റെയോ കോർപ്പറേഷൻ്റെയോ ഒരു ഇഞ്ച് പോലും സ്ഥലമില്ലാത്ത ഒരു ഡിവിഷൻ എൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രഹ്മപുരം കത്തിയതിനു ശേഷം നമുക്കറിയാം, ഇപ്പോൾ കാനൂസിൻ്റെ അടുത്തൊക്കെ നമുക്ക് മാലിന്യം മലയായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ ഒരു പരിധിവരെ ജനങ്ങളുടെ സഹകരണം, അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനക്കാരെ പ്രത്യേകിച്ച് അക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ്. അവരനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളൊക്കെ വളരെയേറെയാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് വളരെ മാറ്റം വരുത്താൻ സാധിച്ചു. ഏകദേശം 80-90% മാലിന്യം നമുക്ക് അവിടെ നിന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചു. പക്ഷേ എനിക്കുള്ളൊരു നിരാശ എന്ന് പറയുന്നത് ജനങ്ങൾ ബോധവാന്മാരല്ല. ഈ മാലിന്യ പ്രശ്നത്തിൽ ഇപ്പോൾ കാനൂസിൻ്റെ അവിടെയാണെങ്കിൽ ഡിവിഷനിലുള്ള ജനങ്ങളല്ല മാലിന്യം കൊണ്ടുവന്നിടുന്നത്, പുറത്തുനിന്നുള്ള ആളുകളാണ് കൊണ്ടുവന്നിടുന്നത്. ഇപ്പം നമ്മളവിടെ CCTV ക്യാമറയൊക്കെ വെച്ചിട്ട് കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ മാലിന്യം വലിച്ചെറിയുന്നു എന്നുള്ള ആ ഒരു ജനങ്ങളുടെ ഭാഗത്ത് ചിന്ത മാറിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ട്. എങ്കിലും മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. താങ്കളുടെ ഡിവിഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ നഗരസഭയുടെയോ സർക്കാരിൻ്റെയോ ഭൂമി കാര്യമായില്ല. ഉള്ളത് കുറച്ച് ഭൂമിയുള്ളത് അവിടെ ഇപ്പോൾ വായനശാല, ലൈബ്രറി, പിന്നെ ഇപ്പോൾ കോർപ്പറേഷൻ്റെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ഒരു ആ കുറഞ്ഞ ആ ഒരു ചുറ്റളവിൽ ആണ് ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ പല ആളുകൾക്കും പല കൗൺസിലർമാർക്കും അവരുടെ ഡിവിഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭൂമി ഉണ്ടാകും. പക്ഷേ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പോലും ആ ഡിവിഷനിൽ ഒരു പുരോഗതി ഉണ്ടാക്കുവാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അതിൽ എത്രമാത്രം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഞാൻ കൗൺസിലറായി വരുന്ന സമയത്ത് ഡിവിഷനിലെ ചില ഭാഗങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. പക്ഷെ നമ്മളത് ആ സമയത്ത് കൃത്യമായ രീതിയിൽ അതിനകത്ത് നടപടിയെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള വെള്ളക്കെട്ടിൻ്റെ പരിപാടി നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഡിവിഷനിൽ ഇല്ല. കൊച്ചി കോർപ്പറേഷനിൽ വെള്ളക്കെട്ടില്ലാത്ത 2 ഡിവിഷനിൽ ഒരു ഡിവിഷൻ എൻ്റെ ഡിവിഷനാണ് 9ാം ഡിവിഷൻ എന്ന് പറയുന്നത്.
അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡിവിഷന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പദ്ധതികൾ കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്ന ഒരു ഭരണസമിതിയാണ് അഡ്വക്കേറ്റ് എം അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള കൊച്ചി ഭരണസമിതി എന്ന് പറയുന്നത്. ഡിവിഷനുകളിലൊക്കെ ഒരുപാട് പദ്ധതികൾ, നല്ല നല്ല പദ്ധതികളൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള ഡിവിഷനിലൊക്കെ നല്ല നല്ല പദ്ധതികൾ വരുമ്പോഴും എൻ്റെ ഡിവിഷനിൽ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആകെ വരാൻ പോകുന്നത് ആധുനിക രീതിയിലുള്ള ഒരു കബഡി കോർട്ട് പന്നപ്പള്ളി കോർപ്പറേഷൻ കോടതിയിൽ നമ്മളതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ അടുത്ത് ആരംഭിക്കാൻ പോവുകയാണ്. പിന്നെയുള്ളത് എം കെ രാഘവൻ മെമ്മോറിയൽ ലൈബ്രറിയാണ്. അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ഡിജിറ്റൽ ലൈബ്രറി ആക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ബഹുമാനപ്പെട്ട മേയർ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ 50 ലക്ഷം രൂപ നമ്മൾ ആ ലൈബ്രറി ഡിജിറ്റൽ ലൈബ്രറി ആക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുമതല സി ഹെഡിനെ ഏൽപ്പിക്കുകയും ചെയ്തു. സി ഹെഡ് അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കി സർവേ നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ അവർ നടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിനൊരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് അറിവ് ലഭിക്കുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് കൊച്ചി നഗരസഭയിലെ ഏറ്റവും വലിയ റെഫറൻസ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എൻ്റെ ഡിവിഷനിലാണ്. 25,000-ഓളം പുസ്തകങ്ങളുള്ള എം കെ രാഘവൻ മെമ്മോറിയൽ ലൈബ്രറി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. അതിപ്പോൾ ഡിജിറ്റൽ ലൈബ്രറി ആക്കുമ്പോൾ കൂടുതൽ പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഗുണകരമായി മാറും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ സിയുടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ജനകീയാരോഗ്യ കേന്ദ്രം ഡിവിഷനിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ആരോഗ്യരംഗത്ത് കൊച്ചി കോർപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഡിവിഷൻ മാത്രമല്ല, ഏകദേശം 40ഓളം ഡിവിഷനുകളിൽ നമ്മുടെ ഡിവിഷനിൽ ഈ സ്ഥലപരിമിതിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതെ, നമുക്കൊരു ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോള് ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തിരിച്ചെടുത്തു. ആ ഹോളിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ നേരത്തെ വരേണ്ടതായിരുന്നു, പക്ഷേ ഇങ്ങനെ ചില സാങ്കേതിക തടസ്സങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ അതിപ്പോൾ ശനിയാഴ്ച അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. സാധാരണക്കാർക്ക് സൗജന്യമായിട്ട് ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അവിടെ തന്നെ ഒരു ഹോമിയോ ഡിസ്പെൻസറി കൂടി ഉണ്ട്. അപ്പോൾ ഹോമിയോ ഡിസ്പെൻസറി രാവിലെ 9 മണി മുതൽ 1 മണി വരെ പ്രവർത്തിക്കും. 1 മണി മുതൽ 7 മണി വരെ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കും. അങ്ങനെ മറ്റ് ഡിവിഷനുകളില്ലാത്ത ചില പ്രത്യേകത ഈ ഡിവിഷൻ എന്നുള്ളതാണ്. ഈ പാർട്ടിയിൽ വന്നിട്ട് പിന്നെ എത്ര കാലമായി? ഏകദേശം ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നിട്ട് ഏകദേശം 30 വർഷത്തോടടുത്ത്. 30 വർഷത്തോളം. ഈ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അല്ലേ? പാർട്ടി ഒരു കൗൺസിലർ എന്ന നിലയിലാണ് പാർട്ടിയിൽ അർഹമായ പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഞാൻ 21 വർഷം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. 1-2 വർഷമല്ല, 21 വർഷം. 21 വർഷത്തിന് മുമ്പ് ഞാൻ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് 5 വർഷം ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി മേഖലാ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ചു. പിന്നീട് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ഒരുപാട് ഉത്തരവ്, ലോക്കൽ കമ്മിറ്റി അംഗം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് പാർട്ടിയുടെ വർഗ്ഗ ബഹുജന സംഘടനകൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു. അതെല്ലാം നല്ല രീതിയിൽ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്നെ സംബന്ധിച്ചുള്ള എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ഒരു ലോക്കൽ കമ്മിറ്റി അംഗം, പാർട്ടിയുടെ മറ്റ് സ്ഥാനങ്ങൾ, ഞാൻ ബാലസംഘത്തിൻ്റെ ഏരിയ കൺവീനറായിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. ഞാനൊരിക്കലും ഒരു ജില്ലാ കമ്മിറ്റി ഏതെങ്കിലും ഒരു വർഗ്ഗ ബഹുജന സംഘടന ജില്ലാ കമ്മിറ്റി അംഗമായി വരുമെന്നൊന്നും വിശ്വസിച്ച ഒരാളല്ല. പക്ഷെ പാർട്ടി അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ രീതിയിൽ. താങ്കളെപ്പോലുള്ള ഒരാൾ അങ്ങനെ ചിന്തിക്കുന്നു, സന്തോഷം. കാരണം അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അപൂർവമായിരിക്കും. സാധാരണ രീതിയിൽ ഞാൻ 30 വർഷമായി ഈ പാർട്ടിക്കകത്ത് വന്നിട്ട് 30 വർഷത്തിനുള്ളിൽ എനിക്കൊരു ലോക്കൽ സെക്രട്ടറി പോലും ആക്കാൻ എന്നെ പറ്റിയില്ല, എന്നെ ആക്കില്ല എന്നുള്ള പരിഭവങ്ങളും പരാതികളും ഒരിക്കലുമില്ല. അല്ല ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പരിഭവങ്ങളും ഇപ്പോൾ എൻ്റെ ലോക്കൽ സെക്രട്ടറി ആക്കണം, അല്ലെങ്കിൽ എനിക്ക് ലോക്കൽ സെക്രട്ടറി ആക്കാൻ പറ്റില്ല എന്നൊക്കെ പരാതികളും പരിഭവങ്ങളുള്ള ഈ കാലത്തും 30 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചിട്ടും ഈ പാർട്ടി തന്ന ആ കാര്യങ്ങൾ അത് വലിയ മഹത്തരമായി പറയുന്ന താങ്കളുടെ മനസ്സിന് നന്ദി. പക്ഷേ ഞങ്ങൾ പൊതുജനം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ ചിന്തിക്കുന്നത് അവിടെ ഒരു ലോക്കൽ സെക്രട്ടറി സ്ഥാനം സഖാവിന് അർഹതപ്പെട്ടതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇല്ല, അത് പാർട്ടിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. പാർട്ടി ഇപ്പം നാളെ എന്നെ ലോക്കൽ സെക്രട്ടറി ആക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം മാറണമെന്നൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് മാത്രമേ ഒരു പാർട്ടി പ്രവർത്തകന് പ്രവർത്തിക്കാൻ കഴിയും. ഞാനൊരിക്കലും ഒരു ലോക്കൽ സെക്രട്ടറി ആകണമെന്നോ അങ്ങനെ ആ രീതിയിലേക്കൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. കാരണം എന്നെക്കാളൊക്കെ എത്രയോ കഴിവുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ കഴിവുള്ള സഖാക്കൾ നമ്മുടെ പാർട്ടിക്കകത്തുണ്ട്. ഇപ്പോഴത്തെ ലോക്കൽ സെക്രട്ടറി ആണെങ്കിൽ പോലും വളരെ സീനിയറായിട്ടുള്ള ഒരു അംഗമാണ്. അപ്പോൾ അവരൊക്കെ ഉള്ളപ്പോൾ നമുക്കങ്ങനെ ഒരു ലോക്കൽ സെക്രട്ടറി ആകണമെന്നൊന്നും നമുക്കങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ അനുഭവങ്ങൾ എന്താണോ പാർട്ടിയിൽ നിന്ന് കിട്ടിയത് അത് പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ്.
അതിനൊരു ലോക്കൽ സെക്രട്ടറി ആകണമെന്നോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആകണമെന്നോ ഒന്നുമില്ല. സാധാരണ പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയൊക്കെ ആളുകളുടെ ഇടയിൽ അങ്ങനെ ചിന്തിക്കുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് എം അത് ഹബീബുള്ള. എൻ്റെ ചിന്താഗതി അതാണ്. അതെ. മറ്റുള്ളവരുടെ ചിന്താഗതി എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ കാണുന്നത് എൻ്റെ പാർട്ടി എന്നോട് എന്താണ് പറയുന്നുവോ അതനുസരിച്ച് പാർട്ടിക്ക് പ്രവർത്തിക്കുക. വിധേയനായി തീർച്ചയായിട്ടും പോവുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. പാർട്ടി എന്ത് പറയുന്നു അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളല്ല. പക്ഷെ ഞാനിപ്പോഴും കാണുന്നത് ഒരു കൗൺസിലർ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയുടെ പദവിക്കാണ് മഹത്വം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ നാളെ എൻ്റെ പാർട്ടി അങ്ങനെ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും വീണ്ടും ബ്രാഞ്ച് അതേപോലെ സെക്രട്ടറി പദം ചെയ്യും. ഏറ്റെടുക്കും. താങ്കളുടെ ലോക്കൽ കമ്മിറ്റിക്കകത്ത്, ആ പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങളുള്ളതായി ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഇല്ല, പാർട്ടിക്കകത്ത് അങ്ങനെ സംഘടനാ പ്രശ്നങ്ങളൊന്നും ഞാൻ വഹിക്കുന്ന പനപ്പിളി ലോക്കൽ കമ്മിറ്റിക്കകത്ത് അങ്ങനെ അവിടെ ഒരു വനിതാ ബ്രാഞ്ച് സെക്രട്ടറി രാജിവെച്ചതറിയോ? അത് ആ സമയത്ത് ഉണ്ടായിരുന്ന ചെറിയ നിരാശയിൽ നിന്നുണ്ടായ ഒരു സംഭവം, അല്ല, അല്ലാതെ അങ്ങനെ അത് സംഘടനാപരമായിട്ടുണ്ടായ വിഷയങ്ങളൊന്നുമില്ല അത് സംബന്ധിച്ച്. അത് പക്ഷേ നിരാശ എന്ന് പറയുമ്പോൾ അല്ല, അത് അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു സമ്മേളന പ്രതിനിധി ആയില്ല എന്നുള്ളൊരു ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പക്ഷെ അത് അത് പരിഹരിക്കാൻ പാർട്ടി എന്തെങ്കിലും ഇടപെട്ടു? പാർട്ടി അവരുമായി ചർച്ച നടത്തിയിരുന്നു. അവർ ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഒന്നും ആയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പാർട്ടിയിലെ സ്ഥാനം ഇട്ടെറിഞ്ഞ് പോകുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഭാഗീയത കത്തിക്കാളിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗത്തിൽ നിന്ന് പുറത്തു പോയ ആളാണ് ഞാൻ. പക്ഷെ ഞാൻ പുറത്തു പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പാർട്ടിക്ക് വിധേയനായിട്ട് പ്രവർത്തിക്കാതിരുന്നിട്ടില്ല. അങ്ങനെ വിധേയനായിട്ട് പ്രവർത്തിച്ചപ്പോഴാണ് പിന്നീടുള്ള സ്ഥാനങ്ങളെല്ലാം പാർട്ടി തന്നത്. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇട്ടെറിഞ്ഞ് പോകാനുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ടിയുടെ തീരുമാനം എന്ന നിലയ്ക്ക് അത് അംഗീകരിച്ച് പോകുക എന്നുള്ളതാണ് ഏതൊരു പാർട്ടി അംഗവും ചെയ്യേണ്ട കടമ. അതിൽ ആ വനിതാ സഖാവിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാനിപ്പോഴും ഈ വിശ്വസിക്കുന്നത്. 2 ഭാഗങ്ങളായി ആ പാർട്ടി ലോക്കൽ കമ്മിറ്റി നിലനിൽക്കുന്നതായിട്ട് ചില സൂചനകളുണ്ട്. അതായത് അപ്പുറവും ഇപ്പുറവും എന്നുള്ള രീതിയിൽ. കൊച്ചിയിൽ പാർട്ടിക്കകത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോക്കൽ കമ്മിറ്റിയാണ് പനയപ്പള്ളി ലോക്കൽ അതൊരു കമ്മിറ്റി വലിയ എന്ന് ലോക്കൽ പറയുന്നത്. കമ്മിറ്റി അല്ലേ? വലിയൊരു ലോക്കൽ കമ്മിറ്റിയാണ്. 19 ബ്രാഞ്ചുകളുള്ള ലോക്കൽ കമ്മിറ്റിയാണ്. അതെന്തുകൊണ്ട് 2 ലോക്കൽ കമ്മിറ്റി ആക്കാൻ കഴിയുന്നില്ല? അല്ല, അങ്ങനെ ആക്കേണ്ട ഒരു അവസ്ഥ അവിടെ വന്നില്ല. കാരണം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, ഒരു തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും ഇല്ല, മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇല്ല. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോക്കൽ കമ്മിറ്റി രണ്ടാക്കി ഇപ്പോൾ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ പാർട്ടി നാളെ അങ്ങനെ തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും നമ്മൾ രണ്ടാക്കും. സഖാവ് എം ഹബീബുള്ള എല്ലാം പാർട്ടിക്ക് വിധേയനായിട്ടേ ചിന്തിക്കുള്ളൂ. അതെ. പാർട്ടി എന്ത് ചിന്തിക്കുന്നു അതാണ് അതെ. സഖാവും ചിന്തിക്കുന്നത്. ഓക്കെ, അപൂർവം ആളുകളിൽ കാണുന്ന ചില കാഴ്ചകളാണ്. അത്തരത്തിലുള്ള അപൂർവമായിട്ടുള്ള ഒരാളാണ് സഖാവ് എം ഹബീബുള്ള എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ആ ഭാഗം നമുക്ക് മാറ്റിവെച്ചാൽ, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. താങ്കളുടെ വാർഡ് ഉൾപ്പെടെ ഇപ്പോൾ വെട്ടിമുറിച്ച്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പുനർനിർണയം നടത്തേണ്ടി വരുമല്ലോ. അങ്ങനെ പുനർനിർണയം നടത്തിയിട്ടുണ്ട്. നിലവിൽ പുനർനിർണയം നടത്തിയത് എങ്ങനെയാണെന്നും സാറിന് അറിയാം. ആ രീതിയിൽ നോക്കിയാൽ ആ വാർഡിൽ, ആ ഡിവിഷനിൽ ഇനി എന്താണ് സാധ്യത? അല്ല, ഒരു കാലത്ത് UDFിൻ്റെ ഏറ്റവും നിർണായക സ്വാധീനമുള്ള ഒരു മേഖലയായിരുന്നു പഴയ 13 ഡിവിഷൻ. പിന്നെ അത് 9 ഡിവിഷനായി മാറി. അന്ന് CS ഗിരീഷ് സമ്പന്ന ഡിവിഷനിൽ ജയിച്ചു വന്നതിന് ശേഷം പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിനകത്തും ഏകദേശം 20-25 വർഷത്തോളം വരുന്ന തെരഞ്ഞെടുപ്പിനകത്തെല്ലാം തന്നെ LDF സ്ഥാനാർത്ഥികളാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. ആ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം സംഘടന ഒരു നല്ല രീതിയിൽ സെറ്റപ്പായിട്ട് പോകുന്ന ഒരു ഡിവിഷനാണ്. അവിടെ യാതൊരു വിധ അനൈക്യമോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനകത്തും നമ്മൾ തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെയാണ്. ഇപ്പം ഞാൻ മത്സരിച്ച സമയത്ത് 9 ഡിവിഷനിൽ ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചത്. കൊച്ചി കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിച്ച 5ാമത്തെ കൗൺസിലർ എന്ന നിലയ്ക്ക്. ചെറിയ ഡിവിഷനാണ്, പോളിംഗ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനകത്ത് തീർച്ചയായിട്ടും ഏതെല്ലാം ഭാഗങ്ങളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്? നമുക്ക് 8ാം ഡിവിഷൻ്റെ ഒരു ഭാഗം, 8ാം ഡിവിഷൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ കിഴക്ക് ഭാഗം നമ്മുടെ ഡിവിഷനിലേക്ക് ഒരു പോർഷൻ, ഏകദേശം ഒരു 100-800 വീടുകളുള്ള ഒരു പോർഷൻ 9ാം ഡിവിഷനിലേക്ക് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ? ഒഴിവാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ പാർട്ടിക്ക് പേടിക്കേണ്ട യാതൊരു ഇല്ല, സാഹചര്യവും പാർട്ടിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാർട്ടി ഇപ്പോൾ എങ്ങനെയായാലും നമ്മുടെ ഒരു സംഘടനാ പ്രവർത്തനവും ജനങ്ങളുമായിട്ടുള്ള ബന്ധവും കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇനിയും, എനിക്ക് തോന്നുന്നത് ഞാൻ കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇനി വരുന്ന സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ടോ? പാർട്ടി എന്ത് പറയുന്നു? ഇല്ല, പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് വരാൻ പാർട്ടി ആവശ്യപ്പെട്ടാൽ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് പാർട്ടിക്ക് വിധേയനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, പാർട്ടിക്ക് വിധേയനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നാളെ പാർട്ടി എന്നോട് പറയുകയാണെങ്കിൽ ഇനി ഒരു മത്സരിക്കേണ്ട, സംഘടന രംഗത്ത് പ്രവർത്തിക്കണം, അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, തീർച്ചയായിട്ടും സംഘടന രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കും.
പാർട്ടി ഏരിയ സമ്മേളനം കഴിഞ്ഞല്ലോ, കുറച്ച് ആളുകളെ ആയിട്ടുള്ളൂ. ആഹ് ഒരാളും പ്രതീക്ഷിക്കാത്ത ഒരു ഏരിയ സെക്രട്ടറിയാണ് വന്നത്. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനൊക്കെ പാർട്ടിയിൽ വരുന്നുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു സഖാവാണ് ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി പി എസ് രാജൻ എന്ന് പറയുന്നത്. അവിടെ ഒരു അനുഭവ സമ്പത്ത് തീർച്ചയായിട്ടും നമ്മുടെ പാർട്ടിക്ക് ഒട്ടനവധി ഗുണങ്ങൾ ചെയ്തു. ഇപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ പാർട്ടി കൊച്ചിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ മാറ്റങ്ങൾ ഇപ്പോൾ അല്ല, ഞാൻ സംഭവിച്ചിട്ടുണ്ട് ചോദിക്കണം, കൊച്ചി പാർട്ടിക്കകത്ത്. പോലുള്ള ഒരു ഏരിയ കമ്മിറ്റിക്ക് ആപ്റ്റാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് രണ്ട് കരുത്തരായ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ടല്ലോ. ഒന്ന് നമ്മുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന കെ എം റിയാദ് ഉണ്ട്, ഇപ്പോഴത്തെ MLA കെ ജെ മാക്സി ഉണ്ട്. ഇവിടെയൊക്കെ പൂർണ്ണ പിന്തുണയോടുകൂടി, അതുകൂടെ തന്നെ നല്ല എല്ലാവരും എല്ലാ ലോക്കൽ സെക്രട്ടറിമാരും നല്ല ആത്മാർത്ഥത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. പാർട്ടി സഖാക്കൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. പ്രതീക്ഷിച്ച ആളല്ല സെക്രട്ടറിയായി വന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായില്ലല്ലോ. പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് അവരെ അംഗീകരിക്കും. അങ്ങനെയായിരുന്നു പല സൂചനകളും. അങ്ങനെ പലരുടെയും പേരുകൾ പുറത്തെ ആളുകൾ പ്രചരിപ്പിക്കുമല്ലോ. പക്ഷെ പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു താങ്കൾ കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. തന്നെ ഏരിയ സെക്രട്ടറിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു, ജനമാണ് വലുതെന്ന്. ജനമാണല്ലോ വലുത്. സംശയം എന്താ? ജനങ്ങൾ തന്നെയാണ് വലുത്. അതിനകത്തേക്ക് അപ്പുറത്തേക്ക് ആരും വലുതല്ല. അവിടെയാണല്ലോ ജനകീയത ആണെന്ന് അറിയപ്പെടുന്നത്. അറിയപ്പെടുന്നത് സ്വാഭാവികമാണല്ലോ. ജനങ്ങൾ അംഗീകരിക്കുമ്പോഴാണ് ജനകീയത വരുന്നത്. വരുന്നത്. അപ്പൊ ജനങ്ങളെ അംഗീകരിച്ചത് ഈ PS രാജബന്ധൻ തീർച്ചയായിട്ടും. MLA-യുടെ കാര്യം പറഞ്ഞല്ലോ. MLA ഈ അടുത്ത കൊല്ലം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമല്ലോ. മെയ് മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഒരു MLA എന്ന നിലയിൽ 9 വർഷം പൂർത്തിയാക്കിയ ആളാണ് KJ മാക്സി. ഈ 9 വർഷം കാലം കൊണ്ട് KJ മാക്സി കൊച്ചി നിയോജക മണ്ഡലത്തിന് ചെയ്ത സംഭാവനകൾ എന്തൊക്കെയാണെന്ന് പറയാം. നോക്കൂ, നിങ്ങൾ വളരെ സിൻസിയറായിട്ട് ഞാൻ പറയാം. കൊച്ചിയിൽ ഇതുപോലെ ഒരു MLA ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വെറുതെ കല്യാണ പരിപാടിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിക്കോ പോയി മുഖം കാണിക്കുന്ന പോലുള്ള ഒരു MLA അല്ല കൊച്ചിയിൽ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 9 വർഷക്കാലം അദ്ദേഹം ജനങ്ങളുമായിട്ട് എത്രയോ നല്ല രീതിയിൽ ഇടപഴകിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി പങ്കെടുക്കുന്ന യോഗങ്ങളിൽ പോലും എല്ലാവരും ജനകീയ MLA എന്ന് പറയുന്നത് അദ്ദേഹത്തെ അംഗീകരിക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ കൊച്ചിക്ക് നിലവിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന MLA-മാർ കൊണ്ടുവന്നിട്ടുള്ളതിനേക്കാളേറെ എത്രയോ വികസന പദ്ധതികൾ അദ്ദേഹം ഇവിടെ ജനകീയ കൊണ്ടുവന്നിട്ടുണ്ട്. MLA ആരായിട്ടത്? ജനങ്ങളായിരിക്കുമല്ലോ ഇടുന്നത്. അതുകൊണ്ടാണല്ലോ താങ്കൾ പോലും ചിലപ്പോൾ ജനകീയ MLA എന്ന് എത്രയോ പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകണം. അതാര് പാർട്ടി ചാർത്തി കൊടുത്ത പട്ടമാണ്? അല്ലല്ല, പാർട്ടി ചാർത്തി കൊടുത്തതല്ല, ജനങ്ങൾ ചാർത്തി കൊടുക്കുന്നതാണ്. ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു ജനകീയ കൗൺസിലർ എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ ഒരു അല്ല, അത് ജനം വിശ്വാസം. തന്നത് അതുപോലെ തന്നെയാണ്. തന്നെ അതിനകത്ത് തർക്കമൊന്നുമില്ല. ജനങ്ങളാണ് അത് ചാർത്തി കൊടുക്കുന്നത്. ജനങ്ങൾക്കെതിരെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു ജനങ്ങളാണ് അത് ചാർത്തി കൊടുക്കുക, ജനകീയ MLA എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളുമായിട്ടൊക്കെ ഇടപഴകി ഏറ്റവും നല്ല രീതിയിൽ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഇത്രത്തോളം ജനങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു MLA എനിക്ക് തോന്നുന്നില്ല കൊച്ചിയിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസാണെങ്കിൽ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓഫീസാണ്. പാർട്ടി ആണെങ്കിൽ എല്ലാവിധ രീതിയിലും ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു ജനകീയ MLA ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അക്കാര്യത്തിലില്ല. അല്ല, ഞാൻ ചോദിക്കണത് ഈ ജനകീയത എന്ന് താങ്കൾ വിശേഷിപ്പിക്കുമ്പോൾ ഞാൻ ഈ 9 വർഷ കാലയളവിൽ അദ്ദേഹം നടപ്പിലാക്കിയ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, എടുത്തു പറയാം, ഇപ്പോൾ റോഡുകളുടെ റോഡ് കാര്യമാണെങ്കിലും റോഡ് ചെല്ലാനം നന്നാക്കലും കണ്ണമാലിയുടെ നന്നാക്കലും കടലാക്രമണം, പിന്നെ കുടിവെള്ളം എത്തിക്കലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതൊക്കെ എല്ലാ MLA-മാരും സാധാരണ രീതിയിൽ ചെയ്യുന്നതാണ്. അത് ചെയ്യണം, കാരണം അവർക്ക് അതിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ട് അവർക്ക് വിനിയോഗിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഒരു അടയാളപ്പെടുത്താൻ പറ്റിയ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? അല്ല, കൊച്ചിയുടെ ഇപ്പോൾ ഒരു ഭൂമിശാസ്ത്രം അനുസരിച്ച് കൊച്ചിയിൽ നടപ്പിലാക്കേണ്ട പദ്ധതികൾ തന്നെയാണ് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത്. വലിയൊരു പ്രൊജക്റ്റ് കൊണ്ടുവരാൻ കൊച്ചിയുടെ ഇപ്പോഴത്തെ ഒരു ഭൂമിശാസ്ത്രം നമ്മുടെ കൊച്ചിയിൽ വലിയൊരു പ്രൊജക്റ്റ് കൊണ്ടുവരാൻ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പദ്ധതി നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ ഒരു സംഭവം നമുക്ക് കൊച്ചിക്കകത്ത് കൊണ്ടുവരാൻ കഴിയില്ല. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കുടിവെള്ളക്ഷാമം നമുക്കറിയാം. കുടിവെള്ളത്തിന് നമ്മൾ നെട്ടോട്ടം ഓടുന്ന കാലഘട്ടം ഇപ്പൊ കൊച്ചിയിലുണ്ടായിരുന്നു. കുടിവെള്ള ക്ഷാമമില്ലേ? ഇപ്പോൾ ഒരു പരിധിവരെ ഒരു ഇപ്പോഴും വാട്ടർ പരിധിക്കപ്പുറത്ത് അതോറിറ്റിയിൽ നിത്യേന സമരവും. സ്വാഭാവികം. ഇപ്പോഴത്തെ ഒരു പമ്പിങ്ങിൻ്റെ ഒരു പ്രശ്നം കാരണം ആ വെള്ളത്തിൻ്റെ പമ്പിങ് ദൗർബല്യം. പമ്പിങ് നഗരത്തിലേക്ക് പോകുന്ന നമുക്ക് അനുവദിക്കപ്പെട്ട വെള്ളം നഗരത്തിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് തന്നെ കിട്ടാനുള്ള എന്തെങ്കിലും നടപടികൾ അല്ല, നമ്മൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായിട്ട് MLA-യുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. കൊച്ചിയിലേക്ക് കൂടുതൽ പമ്പിങ് നടത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തേവരയിൽ നിന്ന് ഇങ്ങോട്ട് കൊച്ചിയിലേക്കുള്ള ഒരു കണക്റ്റഡ് പമ്പിൻ്റെ നമ്മുടെ പ്രവർത്തനം അടുത്ത് തന്നെ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതൊക്കെ കൂടി വരുമ്പോൾ കൂടുതൽ വെള്ളം കൊച്ചിക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകും. പിന്നെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിലെ ജനസംഖ്യ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ജനസാന്ദ്രത കൂടിയ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കൃത്യമായ രീതിയിൽ വെള്ളം കിട്ടും. ഇപ്പം എൻ്റെ ഡിവിഷനിൽ തന്നെ വെള്ളത്തിന് വലിയ ക്ഷാമം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പരിധി വരെ നമ്മളത് അമൃത പദ്ധതിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എങ്കിലും കുറേയൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ കുടവുമായിട്ട് പൈപ്പിൻ ചുവട്ടിൽ പോയി നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി നമ്മുടെ വീടുകളിൽ തന്നെ നേരിട്ട് വെള്ളം എത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ വാട്ടർ അതോറിറ്റിയും ഇവിടെ മാറിയിട്ടുണ്ട്. MLA നല്ല രീതിയിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ജലഗതാഗത സംവിധാനത്തിൽ കൊച്ചി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ജലഗതാഗതം. പ്രത്യേകിച്ച് മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി മേഖലയിലെ ജനങ്ങൾ യാത്രക്കായി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ജലഗതാഗതം. അവിടെ എത്രമാത്രം ഇപ്പോൾ ഫോർട്ട് കൊച്ചി ജെട്ടി നവീകരിച്ച് തുറന്നു കൊടുത്തു, മനോഹരമാക്കി. CSML ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. ആക്ച്വലി CSML എന്ന് പറഞ്ഞ സംവിധാനം ഇല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധിയിലായി പോകുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. പക്ഷേ ഇപ്പോഴും ബോട്ട് സർവീസിൻ്റെ ഷെഡ്യൂളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഫോർട്ട് കൊച്ചിയിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ഏതാണ്ട് 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോഴൊക്കെ എറണാകുളത്തേക്ക് ഷെഡ്യൂളുകൾ ബോട്ടുണ്ട്. കുറവാണ്, ഇപ്പോഴും കുറവാണ്. ഇപ്പം മട്ടാഞ്ചേരി ആണെങ്കിൽ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മട്ടാഞ്ചേരി ജെട്ടി ഇപ്പോഴും ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ജെട്ടി ഉദ്ഘാടനം ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ സർവീസ് ആരംഭിച്ചു. ജെട്ടി ഉദ്ഘാടനം ചെയ്തിട്ടില്ല. കാരണം അവിടെ ഇപ്പോൾ കറണ്ട് ഇല്ല. വൈദ്യുതി KSEBക്ക് കോടികൾ എന്തോ കുടിശ്ശികൾ വന്നിട്ട് അത് പ്രശ്നം. പിന്നെ അവിടെ വയറിങ് ചെയ്യേണ്ട സംവിധാനം ഇറിഗേഷൻ വകുപ്പാണെന്ന് തോന്നുന്നു ചെയ്യേണ്ടത്. അവർ അത് ചെയ്തിട്ടില്ല. ഇതൊക്കെ കൂടി കൊണ്ട് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ സർവീസ് ആരംഭിച്ചു എന്ന് മാത്രമേ. അതിപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ ടൗൺ ഹാൾ നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില സാങ്കേതിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. അതൊന്നും ഒരു ഏതെങ്കിലും ഒരു വികസനമല്ല എന്നുള്ളതിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഇത്രയും കാലം കാത്തു നിൽക്കുക. ടൗൺ ഹാള് ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ടൗൺ ഹാളിൽ കല്യാണം നടത്താനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ജെട്ടിയിലാകെ ബോട്ട് എടുക്കാനുള്ള സംവിധാനം മാത്രമേ ഇപ്പൊ അവിടെ സർവീസ് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഫോർട്ട് കൊച്ചിന്നാണെങ്കിലും നല്ലൊരു സർവീസ് ഉണ്ട്. മെട്രോ നല്ലൊരു സർവീസ്. രാവിലെ വലിയ ഇറക്കം ആണെങ്കിൽ പിന്നെ വലിയ ഏറ്റോണെന്നുണ്ടെങ്കിൽ സർവീസ് നടക്കും. വൈകിട്ടും അതുപോലെ തന്നെ. അതിപ്പോ സാങ്കേതികമായിട്ട് അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടത്താനുള്ള സംവിധാനം ഇപ്പോഴും MLA ഇടപെട്ട് പരിഹരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം MLAയുടെ ശ്രദ്ധയിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും MLA വിഷയങ്ങളിൽ ഇടപെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് അത് കഴിയട്ടെ എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. കാരണം ജലഗതാഗതമാണ് കൊച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനം. ഇപ്പോൾ കരുത്തരായ 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ ഒരാളാണ് KM മുൻ ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഒരു ടൈം കൂടി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. പാർട്ടിക്കൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. പാർട്ടി ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടു. അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ആഗ്രഹം പൊതുവിലുണ്ടായിരുന്നു പല സഹാക്കൾക്കും. കാരണം അത്രയും കഴിവുള്ളൊരു ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ. അല്ല, പാർട്ടിക്ക് ഒരാൾക്ക് വേണ്ടി മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. പാർട്ടി മൊത്തത്തിലെടുത്തുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് സഖാവിന് സെക്രട്ടറിയുടെ ചുമതല ഒഴിയേണ്ടി വന്നത്. അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ വ്യാഖ്യാനങ്ങളൊന്നും അതിനകത്ത് കാര്യമില്ല. താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരു ഞങ്ങളൊക്കെ ഇനിയും ഇനി അടുത്തൊരു 3 വർഷത്തിനുള്ളിൽ പാർട്ടി സമ്മേളനം വരുമ്പോൾ താങ്കൾക്ക് പാർട്ടി അർഹമായ പ്രാതിനിധ്യം തരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു അർഹതപ്പെട്ട സ്ഥാനം ചോദിച്ചുകൊണ്ട് നടക്കില്ലല്ല ഒരു കമ്മ്യൂണിസ്റ്റ്. പാർട്ടി തീർച്ചയായിട്ടും അർഹതപ്പെട്ടവർക്ക് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ KSKTUവിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, കർഷക സംഘത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ബാലസംഘത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മുന്നണിയിലും പ്രവർത്തിച്ച ആളുകൾ വളരെ അപൂർവമായിരിക്കും. ഇപ്പം ഞാൻ കർഷക സംഘത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആരുടെയെങ്കിലും താല്പര്യങ്ങൾ ഇതിന് കാരണമാകുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, സഖാവിന് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ട് ഒന്ന് സംശയിക്കപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇല്ല, എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കൊച്ചിയിൽ നിലവിൽ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് വേറെ ഏതെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല അത്തരം വിഷയങ്ങളൊന്നും. സംഘടനാപരമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഘടകത്തെ ചർച്ച ചെയ്ത് അത് പരിഹരിച്ച് പോകുന്ന ഒരു രീതിയാണല്ലോ നമ്മുടെ രീതി. ആ രീതിക്കനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ ഭാഗങ്ങളും നമ്മൾ പരാമർശിച്ചു എന്നാണ് കരുതുന്നത്. എന്തായാലും പിന്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ അതിനുവേണ്ടി ആശംസിക്കുന്നു. താങ്ക് യു.
ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.